ഇറാന് നേരെ അമേരിക്ക ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിലെ പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളെ തകർക്കാൻ ഇറാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് 670 ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ഹൈഫ, അതുപോലെ തന്നെ ടെല്ലവീവ്, അതേപോലെ ഡിമോണ എന്ന് പറയുമ്പോൾ ഇസ്രയേലിന്റെ ആണവ റിയാക്ടർ നിലനിൽക്കുന്ന കേന്ദ്രമാണ്. ഈ 3 കേന്ദ്രങ്ങളെയും തകർക്കാൻ, ഈ 3 കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ സജ്ജമാക്കിയിരിക്കുന്നത് 670 ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത അതിശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇറാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ആക്രമിച്ചേക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട കേന്ദ്രം UAE-യിലുള്ള അമേരിക്കയുടെ അൽ ദഫ്രയിലുള്ള മിലിറ്ററി ബേസ് ആയിരിക്കും എന്ന റിപ്പോർട്ടുകൾ വരുന്നു. കഴിഞ്ഞ ദിവസം ഇറാന്റെ മിലിറ്ററി നടത്തിയ സൈനികാഭ്യാസത്തിൽ ഒരു സാമ്പിൾ, ഒരു ആക്രമണത്തിന്റെ ഒരു രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബങ്കർ ബസ്റ്റർ മിസൈലുകളാണ്. ഈ മിസൈൽ കൊണ്ട് UAE-യിലുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ദഫ്രയിലുള്ള മിലിറ്ററി ബേസിന് നേരെയുള്ള ആക്രമണമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 5000-ഓളം അമേരിക്കൻ സൈനികരാണ് അൽ ദഫ്രയിലുള്ളത്. അവിടെ ഈ മിലിറ്ററിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ബങ്കറുകളെ തുളച്ചു കയറുന്ന ബങ്കർ ബസ്റ്റർ മിസൈലുകളാണ് ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം വരുന്നത് ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ, UAE-യിലുള്ള താല്പര്യങ്ങൾ തകർക്കുക എന്നത് ഇറാന്റെ പ്രഥമ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഈ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ റഷ്യ അവരുടെ പൗരന്മാരോട്, അബുദാബി അതുപോലെ തന്നെ ദുബായ് എന്നീ സ്ഥലങ്ങളിലുള്ള അവരുടെ പൗരന്മാരോട് അവിടെ നിന്ന് വിട്ടുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഇറാൻ ആക്രമിക്കുന്നതിന്റെ രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയുടെ ഇറാനോട് അടുത്ത ഭാഗത്തുള്ള എല്ലാ ബേസുകളും തകർക്കുക എന്നതാണ്. ഈ ബേസ് തകർക്കുമ്പോൾ അമേരിക്കക്ക് ഇതിനെ ആസ്പദമാക്കി, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്താൻ കഴിയില്ല. നേരെ മറിച്ച് വിമാനവാഹിനി കപ്പലുകളെ ആശ്രയിക്കേണ്ടി വരും. ഈ വിമാനവാഹിനി കപ്പലുകൾക്ക് സ്വൈരമായി പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായും ഡിസ്ട്രോയറുകൾ ആവശ്യമായിരിക്കും. ഡിസ്ട്രോയറുകളാണ് ഈ വിമാനവാഹിനി കപ്പലുകളുടെ സുരക്ഷ. അതിലേക്ക് മിസൈൽ വരുന്നതെല്ലാം തടയുന്നത്, അതിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് ഈ കാരിയർ ഗ്രൂപ്പിലുള്ള ഡിസ്ട്രോയറുകളാണ്. ഈ ഡിസ്ട്രോയറുകളെ ഹൈപ്പർസോണിക് മിസൈലുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ചൈനയിൽ നിന്ന് വരെ ഇറാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആന്റി ഷിപ്പ് മിസൈലുകളുണ്ട്. ഇത് ഉപയോഗിച്ച് ഡിസ്ട്രോയറുകൾ തകർത്താൽ പിന്നെ ഈ വിമാനവാഹിനി കപ്പലുകൾ ഉപയോഗിക്കുക എന്നത് വലിയ ശ്രമകരമായ കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറാന്റെ പരിസരത്തുള്ള ബേസുകളെയെല്ലാം ആദ്യഘട്ടം തന്നെ തകർക്കാൻ ഓരോ ബേസുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകം മിസൈലുകൾ സജ്ജമാക്കിയിട്ടുണ്ടാകുമെന്നാണ് ബോധ്യപ്പെടുന്നത്. ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായിരുന്നാലും അമേരിക്കയുടെ കാലൊച്ച കേൾക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ തീർച്ചയായും ഇറാൻ ഈ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ബേസുകൾ, അതുപോലെ UAE-യിലുള്ള അമേരിക്കയുടെ പ്രധാനപ്പെട്ട താല്പര്യങ്ങൾ, ബേസുകൾ, ഇതിനെയെല്ലാം തകർക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട അമേരിക്കയുടെ ബേസുകളെല്ലാം തകർക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ ബേസുകളിൽ നിന്നെല്ലാം അമേരിക്ക അവരുടെ വിമാനങ്ങളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഒഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരാൻ കഴിയാത്ത രീതിയിലേക്ക് അതിനെ നശിപ്പിക്കുക എന്നതാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ ഏത് ഘട്ടത്തിലും അതിലേക്ക് തിരിച്ചു വരാൻ അമേരിക്കക്ക് സാധിക്കാൻ പാടില്ല. ആ രീതിയിൽ പരിസരങ്ങളിലുള്ള കേന്ദ്രങ്ങളെയെല്ലാം ലക്ഷ്യം വെക്കുക എന്നതാണ് ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അവരുടെ മിലിറ്ററി, അവരുടെ സൈനിക അഭ്യാസത്തിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്.